അവസ്ഥയിലേക്കാവുകയും ചെയ്യും. അതല്ലാതെ ഫുൾ ടൈം കഥാപാത്രമാവുന്ന ഈ മെത്തേഡ് ആക്ടിങ് പോലത്തെ വേഷങ്ങളൊക്കെ വരുന്നുണ്ടോ? ഹ്യൂമർ അല്ലാത്തത്? ഹ്യൂമർ അല്ലാത്ത പരിപാടികൾ വരുന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്തു തുടങ്ങിയില്ല. ഇങ്ങോട്ട് 1-2 പരിപാടികൾ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഹ്യൂമർ അല്ലാതെ ക്യാരക്ടർ പരിപാടി. അപ്പോൾ അതിലോട്ടൊന്നും പോയിട്ടില്ല. ഇപ്പം മെയിനായിട്ട് ഹ്യൂമർ പരിപാടികളാണ്. പോകെ എനിക്കും അങ്ങനെ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യേണ്ടി വരും. ത്രൂ ഔട്ട് ഒരു ക്യാരക്ടറാണല്ലോ, അതായത് കോമിക് റിലീഫിനായിട്ട് പോലും വരുന്നതല്ല, അയാളിലൂടെയാണ് കഥ. ഞാൻ ഇന്ന് ജോമോനോട് പറയായിരുന്നു, ജോമനെ വാഴയുടെ സെക്കൻഡ് ഹാഫിൽ നീ കരയുന്ന കാണാനായിരുന്നു എനിക്ക് കുറച്ചുകൂടി ഫ്രഷ്നെസ്സും ഭയങ്കര രസവും ഫീൽ ചെയ്തത്. ഭയങ്കര രസം ഉണ്ടായിരുന്നു ഞാൻ പറയുമായിരുന്നു. കഥകളിലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള നെറേറ്റീവുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്നുള്ള എൻകറേജ്മെന്റ് ഉണ്ടല്ലോ, പാണ്ഡ്യകശ്യപൊക്കെ പണിയെ പറ്റി എഴുതുന്നതൊക്കെ. ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സ്വയം ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ടാക്കാനോ ഹെൽപ്പ് ചെയ്യുന്ന ആർട്ടിസ്റ്റ് കലാകാരന്മാരെന്നുള്ള രീതിയിൽ? നമ്മുടെ ഇൻഡസ്ട്രീനെ കുറിച്ച് ഇത്ര നല്ല പേരുള്ളതിനെ കുറിച്ച് എവിടെ ചെന്നാലും കേൾക്കുന്നതിൽ ഭയങ്കര സന്തോഷം, അഭിമാനം ഉണ്ടാവും. ഇത്തരത്തിൽ ഉള്ള സിനിമകൾ ചർച്ച ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സിനിമയുടെ ഭാഗമാവണം, അതിനുവേണ്ടി വർക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമുക്ക് തോന്നാറുണ്ട്. ഈ നേരമല്ലാതെ വേറെ തമിഴ് സിനിമയിലൊന്നും? ഞാനിപ്പോൾ ഒരു തമിഴ് സിനിമ ചെയ്തിട്ട് അത് റിലീസാകാൻ പോവുകയാണ്. ഓ നൈസ്. നവംബർ 29 റിലീസ്. പേര് പറയാൻ പറ്റും? സ്വർഗവാസം. ഞാൻ ആൻസർ പറയുന്നത്, എനിക്ക് എല്ലാ ആൻസറും അറിയാം. ഐശ്വര്യലക്ഷ്മി, ഈ ബോൾഡായ നായികയുണ്ടല്ലോ, അതിൻ്റെ ഒരു നല്ലൊരു പുതിയ വേർഷനായിരുന്നു മായാനദി. അതിനുശേഷം പക്ഷെ അതിൻ്റെ തന്നെ പതിപ്പുകൾ ബോധപൂർവം ഐശ്വര്യലക്ഷ്മി പതുക്കെ കുറച്ച് വന്നു. ഇപ്പോൾ കാട്ടുകുസ്തിയിലൊക്കെ വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു വേർഷൻ അല്ലേ കൊണ്ടുവന്നത്. അങ്ങനെ ഒരു കാര്യത്തിൽ ലോക്ക് ആവണ്ട, സ്റ്റീരിയോ ടൈപ്പ് ആവണ്ട എന്നൊരു കോൺഷ്യസ് ഡിസിഷൻ ഉണ്ടായിരുന്നോ? ഞാൻ ആ സമയത്ത് എനിക്ക് ബോൾഡ് ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് കിട്ടിയിരുന്നു. അപ്പം എന്റെ പേഴ്സണാലിറ്റി ട്രീറ്റ് അല്ല, ആ ക്യാരക്ടറിന്റെ പേഴ്സണാലിറ്റി ട്രീറ്റ് ആണ്. അവർ ബോൾഡ് ആണ്, അല്ലെങ്കിൽ അവരെടുക്കുന്ന തീരുമാനങ്ങളും അവർ പറയുന്ന ഡയലോഗ്സ് എല്ലാം ക്യാരക്ടറിന്റെ സ്വന്തമാണ്, എൻ്റെ അല്ല. അതിൽ നിന്ന് ഞാൻ ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. ഇപ്പൊ പൂങ്കുഴലി എന്ന് പറയുന്നത് ഒരുപാട് കാലം മുന്നത്തെയാണ്, പക്ഷെ ആ സമയത്തും ഫ്രീഡം ഒരുപാട് എൻജോയ് ചെയ്തിരുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ ഡിസിഷൻസും ഒരു സീ തുഴഞ്ഞു കിടക്കുന്ന ഒരു പെണ്ണായിട്ടുള്ള തോണിക്കാരിയാണ്, അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ ഗാട്ട ഗുസ്തീനെ, അതായത് ഒരു ആക്ടറായിട്ട് നമ്മൾ കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആവുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റോറി വരുമ്പോൾ ഇതും ചെയ്യാൻ എനിക്ക് പറ്റുമായിരിക്കും, അല്ലെങ്കിൽ പറ്റും എന്നുള്ള കോൺഫിഡൻസിൽ എടുക്കുകയും ഡയറക്ടർ പറയുന്നത് അനുസരിച്ചാൽ മതി. അതാണ് ഞാൻ പഠിച്ചൊരു ട്രിക്ക്. ഡയറക്ടർ പറയുന്നത് നന്നായിട്ട് അതിനോട് സറണ്ടർ ചെയ്ത് അഭിനയിക്കാൻ പറ്റുകയാണെങ്കിൽ ക്യാരക്ടറിനോട് നീതി പുലർത്താൻ പറ്റും. അപ്പോൾ അങ്ങോട്ട് പോയി ഹീറോയിന്റെ അടുത്ത് ചോദിക്കുകയാണല്ലോ, ഇവരെന്നെ പ്രേമിക്കാൻ അറിയോ, ഒന്ന് പ്രേമിച്ചാലോ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ സമയത്ത്. അതും ഡയറക്ടർ പറയുന്നത് ചെയ്യുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സോ ബേസിക്കലി എന്റർടൈനിങ് ആയിട്ടുള്ള സിനിമകളുടെ ഭാഗമാകണം എന്നുള്ളത് ഒരു കോൺഷ്യസ് ഡിസിഷനാണ്. ഹലോ മമ്മി ഒരു കോൺഷ്യസ് ഡിസിഷനാണ്. മനസ്സിൽ ആഗ്രഹം വന്നു തുടങ്ങിയിരുന്നു. മറ്റത് വേറൊരു ഐഡിയ ആയിരുന്നു. എനിക്ക് നല്ലൊരു ബെറ്റർ ആക്ടർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റണം എന്നുള്ള ഐഡിയയിൽ ഞാൻ അമ്മു എടുത്തിട്ടുണ്ട്. ഗാർഗിയിലെ ചെറിയൊരു പോർഷൻ എടുത്തിട്ടുണ്ട്. ഗാർഗി അത് ഇമോഷണൽ ഡിസിഷൻസ് ആണ്. ഗാർഗി ഫുള്ളി ഇമോഷണൽ ഡിസിഷൻ ആണ് അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും. അതിൽ ഇപ്പം നമുക്ക് മലയാളം എന്തെങ്കിലും റൈറ്റ്സ് വിൽക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിലുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ള ഒരു ഐഡിയയിൽ ഞാൻ അങ്ങോട്ടേക്ക് പറയുന്നതാണ് ആ റോള് ഞാൻ ചെയ്യാം എന്നുള്ളത്. ആൻഡ് പ്ലസ് ഐ വാണ്ടഡ് ടു ബി പാർട്ട് ഓഫ് ദറ്റ് ഫിലിം. ഓരോ സമയത്തും നമ്മുടെ ഓരോ ചിന്തകൾ മാറും, അത് ബേസ് ചെയ്ത് ഡിസിഷൻസ് മാറും, അങ്ങനെ ചെയ്യുന്നതാണ്. ഓരോ സമയത്ത് സിനിമ ഡിസ്കഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ തമിഴ് സിനിമയുടെ കൂടി ഭാഗമാണല്ലോ ഐശ്വര്യലക്ഷ്മി. അപ്പോൾ അവരിങ്ങനെ നമ്മുടെ മലയാള സിനിമ ഇവോൾവ് ചെയ്ത രീതി, അല്ലെങ്കിൽ ശ്രീ മമ്മൂട്ടിയുടെ ഇപ്പോൾ ബ്രഹ്മയുഗവും കണ്ണൂർ സ്കോഡും ഒക്കെ കാതലൊക്കെ വ്യത്യസ്തമാവുന്നതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അപ്പം ഈ അടുത്താണ് അതിന് ഏറ്റവും ഇപ്പം മമ്മൂക്കയുടെ തെരഞ്ഞെടുപ്പുകളെ പറ്റിയിട്ടൊക്കെ ഈ അടുത്താണ് ഏറ്റവും അധികം സംസാരിക്കുന്നത്. അപ്പം ഇത് പേഴ്സണലിയും കൂടി അവിടുത്തെ ആർട്ടിസ്റ്റുകളുടെ ഡയറക്ടേഴ്സോ ഐശ്വര്യലക്ഷ്മിയോടും കൂടി പറഞ്ഞിട്ടുണ്ടോ? എല്ലാവരും സംസാരിക്കാറുണ്ട് മലയാളത്തിൽ നിന്ന് വരുന്ന സിനിമകളെ പറ്റിയിട്ട്. ഇപ്പോൾ ഹിന്ദിയിലുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴും അവർക്ക് അറിയുന്ന ഒരു ഫേസ് ഓഫ് മലയാളം സിനിമ എന്ന് അവരിപ്പോൾ അറിയുന്നത് ഫഹദ് ഫാസിലാണ്. ഫഹദ് ഫാസിലിൻ്റെ സിനിമകൾ കണ്ടുവരുമ്പോഴത്തേക്ക് അവർ നമുക്ക് റെക്കമെൻഡേഷൻസ് ചോദിക്കും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പഴയ 80s 90s സിനിമകളുടെയും പേര് പറഞ്ഞു കൊടുക്കും, ഇതും കൂടി കണ്ടു നോക്കൂ എന്നുള്ള രീതിയിൽ. നമുക്ക് സന്തോഷമാണല്ലോ, നമ്മൾ കണ്ടു വളർന്ന സിനിമകൾ, നമ്മൾ ആരാധിക്കുന്ന ഫിലിം മേക്കേഴ്സിൻ്റെ സിനിമകൾ, അതൊക്കെ കാണുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ഞാൻ തൂവാനത്തുമ്പികളെ കാണിച്ചായിരുന്നു. എന്നിട്ട് ആ സ്കോറിൽ പുള്ളി കുറെ കാലം ഭയങ്കര ഇഷ്ടപ്പെട്ട് നടന്നിരുന്നു. പ്രത്യേകിച്ച് ഇപ്പൊ ഹിന്ദി സിനിമയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവര് ഒരുപാട് സോങ്സ് റീമേക്ക് ചെയ്യുന്ന സമയം. അപ്പൊ അവർക്ക് അങ്ങനത്തെ സോങ്സേ കിട്ടുന്നുള്ളൂ. അപ്പോഴാണ് ഇവിടെ നമ്മൾ പണ്ടുകാലം മുതൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഫുൾ ഐക്കോണിക് ആയിട്ടുള്ള ഫിലിമിന്റെ സ്കോർ ആണെങ്കിലും അതെ, പാട്ടുകളാണെങ്കിലും അതെ, എത്ര കേട്ടാലും മതി വരാത്ത പോലത്തെ സംഭവങ്ങളാണ്. എല്ലായിടത്തും ഡിസ്കഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ ജഗദീഷ് ഏട്ടന്റെ കൂടെ അഭിനയിക്കുകയാണ്. ഞങ്ങൾക്കറിയാം ഹലോ മമ്മിയിൽ പുള്ളി എന്താ ചെയ്തതെന്ന് അറിയാം. ഞാൻ കൂടെ വർക്ക് ചെയ്ത ആക്ടറാണ്. ഞാൻ കിഷ്കിന്ദാകാന്ഡം കാണുമ്പോൾ പുള്ളി വേറൊരാളാണ്.
വേറെ സിനിമകൾ നോക്കുമ്പോൾ പുള്ളി വേറൊരു ടൈപ്പ് ഓഫ് ആക്ടിങ് ആണ് കാഴ്ചവെക്കുന്നത്. ഇത്രയും കാലമായിട്ട് ആ പാഷൻ അവർക്ക് നശിച്ചു പോവാത്തതില്ല, അല്ലെങ്കിൽ കുറെ സിനിമയായി ചെയ്തിട്ട് ഇനിയിപ്പോൾ എന്തിനാ, അങ്ങനത്തെ ചിന്തയൊന്നും വരുന്നില്ല. അതൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആണ് അല്ലേ, അങ്ങനെയുള്ള ആക്ടേഴ്സ്. അവരാണല്ലോ നമ്മളെ ലീഡ് ചെയ്യുന്നത്. ഈ പെറ്റ് ഡിറ്റക്റ്റീവ് ഉൾപ്പെടെയുള്ള സിനിമകൾ നിർമ്മിക്കാനൊക്കെ ഉള്ള തീരുമാനം ഉണ്ടല്ലോ, അത് അടുത്ത സ്റ്റെപ്പിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഒരു ഇത് പൊളിച്ചിട്ട് അടുത്ത ലെവലിലേക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോവാ, അങ്ങനെയാണോ? പൊളിച്ചിട്ടൊന്നും ചെയ്യണം. ഞാൻ അതിനു മുമ്പ് ഒരു സിനിമ ചവിട്ട് എന്ന് പറഞ്ഞൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സിനിമ അത് വേറെ രീതിയിലാണ് ആ സിനിമ നിൽക്കുന്നത്. ഈ സിനിമയും ഇത് രണ്ട് സുഹൃത്തുക്കളാണ്. അപ്പം അതാണ് അതിൽ കോമൺ ആയിട്ടുള്ളൊരു തീരുമാനത്തിൻ്റെ ഒക്കെ കാരണം. ഞാനും അങ്ങനെ തന്നെയാണ്. അതെ, ഇപ്പൊ ഐശ്വര്യ പറയുന്ന പോലെ തന്നെ അത് ആദ്യം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്ലാനിൽ ഉണ്ടായിരുന്നല്ല. അപ്പൊ സൗഹൃദത്തിന്റെ ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ അങ്ങനെ നിന്നിട്ടാണ് ആ സിനിമ ചെയ്തത്. പക്ഷെ അത് അത്യാവശ്യം നല്ല വലിയൊരു സ്പേസിലേക്ക് എത്തിയിട്ടുണ്ട് ആ സിനിമ. ഷർഫുദ്ദീന് ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന കുറെ സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ട് കുറെ സിനിമകൾ കിട്ടിയ ആളെന്നായിരുന്നു. പക്ഷെ പിന്നീടാണ് അധ്വാനം കൊണ്ടും കൂടി സിനിമകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ശരിക്കും ഒരാൾക്ക് സുഹൃത്ത് ബന്ധങ്ങൾ ഒന്നും തന്നെ ഇല്ലാന്ന് വിചാരിക്കാം. അതിരിനെ എടുത്തൊക്കെ അതിരി കണ്ടന്റ് ക്രിയേറ്റർ മാത്രമാണ്, അധികം സുഹൃത്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. പതുക്കെ പതുക്കെ ആയിരിക്കണം അദ്ദേഹം അത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. ടാലന്റ് ആണോ സുഹൃത്ത് ബന്ധമാണോ, ഏതാ നമ്മൾ എളുപ്പത്തിൽ സിനിമയിൽ നിർത്തുക? ടാലന്റ് ഉണ്ടാവണം, പിന്നെ സുഹൃത്തുക്കളും ഉണ്ടാവണം, എല്ലാം ഉണ്ട്. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എപ്പോഴും ടാലന്റ് തന്നെയാണെന്നാണ്. എൻട്രി വിൽ ബി ഫ്രം ഫ്രണ്ട്സ്, ബട്ട് കൺസിസ്റ്റൻസി എപ്പോഴും ടാലന്റ് ഉണ്ടെങ്കിൽ മാത്രമേ. നമ്മൾ ചെയ്തു പോകുന്നതിന് നമ്മൾക്ക് കിട്ടുന്ന കോൾസ്, ഇപ്പൊ എന്റെ കാര്യത്തിൽ എനിക്ക് കിട്ടിയ കോൾസ് ഒക്കെ നല്ലതായിരുന്നു. അങ്ങനെയുള്ളൊരു അതൊരു ഗുണമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ അത്ര എളുപ്പമൊന്നുമല്ല. ഗാർഡിയുടെ ഡയറക്ടർ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. പോയി വർക്ക് ചെയ്തപ്പോ ഇയാൾക്കൊണ്ട് വല്ലാത്ത ശല്യായാലും ആ അവസ്ഥ അത്ര രസമൊന്നും അല്ല. കാരണം അവർക്കറിയാം, പച്ചയ്ക്ക് പറയാൻ പറ്റുമല്ലോ. സാധാരണ ഡയറക്ടേഴ്സ് പറയുന്ന പോലെ ആർട്ടിസ്റ്റിനെ ബുദ്ധിമുട്ടിക്കാതെ പറയാം, അങ്ങനെയൊന്നുമില്ല. നല്ല ബുദ്ധിമുട്ടായിരുന്നു, നല്ല വഴക്ക് കേട്ടിട്ടുള്ള സെറ്റാ. ഐശ്വര്യലക്ഷ്മി തന്നെ അവരുടെ മൂന്നാമത്തെ സിനിമയാണ് വരുത്തൻ. അപ്പൊ ആ സിനിമയുടെ അകത്ത് തന്നെ ഒരു ക്രിയേറ്റീവ് ഡിഫറൻസ് ഉണ്ടായിരുന്ന സമയത്ത് അമൽനിരത്തിനോട് പറയുകയും ഞാൻ ഈ സീൻ ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്നൊക്കെ. ക്രിയേറ്റീവ് ഡിഫറൻസ് എന്ന് പറയാൻ പറ്റില്ല, ക്വസ്റ്റ്യൻ മാർക്ക്. എനിക്ക് മനസ്സിലായില്ല സർ, അതാണ് സാധനം. ഇപ്പൊ ഒരു സീൻ കറക്റ്റായിട്ട് മനസ്സിലായില്ല, അല്ലെങ്കിൽ ഒരു ഡയറക്ടർ പറയുന്നത് കറക്റ്റായിട്ട് മനസ്സിലായില്ല, അത് കുറെ ചോദിക്കാനോ മനസ്സിലാക്കാനൊക്കെ എഫേർട്ട് എടുക്കും. അതോ അവർ ഫസ്റ്റ് പറഞ്ഞാൽ മനസ്സിലാക്കി അങ്ങ് ചെയ്ത് തീർക്കാത്രേ ഉള്ളൂ? സീൻ പറഞ്ഞു തന്നിട്ട് നമ്മൾ നേരെ വായിച്ചു നോക്കും, പിന്നെ പ്ലേ ചെയ്ത് നോക്കും, ഒരു 3-4 തവണയൊക്കെ ചെയ്ത് നോക്കും, പിന്നെ മനസ്സിലാക്കി ഞാൻ പൊട്ടനായിരിക്കണം. ഞാൻ മൈൻഡില് നീ അത് തന്നെ പറയൂന്ന് ഞാൻ വിചാരിച്ചോണ്ടിരിക്കുവായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് മനസ്സിലായില്ലേ നീ പൊട്ടൻ? അതൊന്നും വേറെ കുഴപ്പമില്ല, നമുക്ക് മനസ്സിലായി. ഞാൻ എന്നോട് തന്നെ ഞാൻ ചോദിക്കും, നീ പൊട്ടനാണോ? ഒരു ഫാന്റസി കോമഡി ജോണറിലുള്ള സിനിമ മലയാളത്തിൽ വന്നിട്ട് ഒരുപാടായി. ആ വിടവ് നിർത്തുന്നതായിരിക്കട്ടെ. നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ഒരു എന്റർടൈൻമെന്റ് പ്രേക്ഷകർക്കും കൂടി കിട്ടട്ടെ. സിനിമ വലിയ വിജയമാവട്ടെ. ഇനിയും തുടർ സിനിമകളിലും ഈ വ്യത്യസ്തത നിങ്ങൾക്ക് പുലർത്താനാവട്ടെ. 4 പേരുടെ നേരത്തിന് ഒരുപാട്. താങ്ക് യു.